ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 30/7/2024 നടന്ന ഖാദി ബോർഡ് LDC എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി 2. നിവർത്തന പ്രക്ഷോഭം 1935. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 പാലിയൻ സത്യാഗ്രഹം 1947-48, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിൻ്റെ 1599 അധ്യക്ഷൻ ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ 1 4 എന്നിവ ശരി. ശരിയായ ജോഡികൾ: സത്യശോധക സമാജം ജ്യോതിറാവു ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പണ്ടൂരംഗാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷൻ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രം ശരി. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഫോം ലൈൻ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഞാനിത് ഓർത്ത് വയ്ക്കുന്നത് ലിപുലേഖിലെ കായും ഉത്തരാഖണ്ഡിലെ കായും വെച്ചിട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം മുങ്കേഷ്പൂർ, ഡൽഹി. ഇത് മുകേഷ് എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പം മുങ്കേഷ്പൂർ എന്ന് ഓർമ്മ വരും. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1 4. ശരിയായ ജോഡികൾ: താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 and 2. ശരിയായ പ്രസ്താവനകൾ: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടി. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നത് എവറസ്റ്റ് കൊടുമുടിയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര അന്നപൂർണയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഡാം, സംസ്ഥാനം, നദി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണ. ബാക്കിയുള്ളത് ശരിയായിട്ട് പറയാം. ദുൽഹസ്തി ഡാം, ജമ്മു കാശ്മീർ, ചിനാബ്. സർദാർ സരോവർ, ഗുജറാത്ത്, നർമ്മദ. ശ്രീശൈലം, ആന്ധ്രാപ്രദേശ്, കൃഷ്ണ. ശ്രീശൈലം ഡാം കൃഷ്ണ നദിയിലാണ് എന്നോർത്ത് വയ്ക്കാനുള്ള ക്ലൂ ആണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ ശ്രീശൈലം ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി സമുദ്ര ഉൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. 1991 സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ഡി
പ്രസ്താവന 1, 2, 3 ശരി. ശരിയായ പ്രസ്താവനകൾ: RBIയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായ സ്ഥാപനമാക്കി മാറ്റുക. സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ആക്കി ഉയർത്തി. നീതി ആയോഗിൻ്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ 2019-20 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ഓപ്ഷൻ ബി, വളർച്ചാ ലക്ഷ്യം 5.6% 2ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ ലക്ഷ്യം 4.5%. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, മഹലോനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത്. റിസർവ് ബാങ്കിൻ്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ, പ്രസ്താവനകൾ 1, 2 ശരി, 3 ശരിയല്ല. ശരിയായ പ്രസ്താവനകൾ: വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ഡി, തൊഴിൽ ലഭ്യത കുറഞ്ഞു. ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്: ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കാർഷിക ഉൽപാദന ക്ഷമത വർദ്ധിച്ചു. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള GVA വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1C, 2B, 3A. പ്രാഥമിക മേഖല 21%, ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല 52.50%. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1. ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 വകുപ്പ് മുതൽ 51 വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 15 വകുപ്പുകളല്ല, 16 വകുപ്പുകളാണ്. 36 വകുപ്പ് മുതൽ 51 വരെ എന്ന് പറയുമ്പം 16 വകുപ്പുകൾ വരും. സംശയമുള്ളവർ ഒന്ന് എണ്ണി നോക്കുക. 36 മുതൽ 51 വരെ, അപ്പം അത് 16 വരും. 16 വകുപ്പുകളാണുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: നിർദ്ദേശക തത്വത്തിൻ്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ്. നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2. ശരിയായ പ്രസ്താവന: ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്. ഇവിടെ തന്നിരിക്കുന്ന തെറ്റായ 3 പ്രസ്താവനകൾ കറക്റ്റ് ചെയ്ത് പറയാം. 1, പാർലമെന്റ് അംഗം അല്ലാത്ത പാർലമെന്റിൻ്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. രാഷ്ട്രപതി പാർലമെന്റ് അംഗം അല്ല. വീറ്റോ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഉപരാഷ്ട്രപതിയാകാൻ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ
തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1. 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. 6 മുതൽ 18 വയസ്സല്ല, 6 മുതൽ 14 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. ഈ ചോദ്യത്തിലെ ശരിയായ പ്രസ്താവനകളാണ്: പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 3. ശരിയായ പ്രസ്താവനകൾ: ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 4, 3. വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, മുഹമ്മദ് ഹമീദ് അൻസാരി, ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ, നിരോധനം. കോ വാറന്റോ, എന്ത് അധികാരത്തിൽ? ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 2, 3, 4. ശരിയായ പ്രസ്താവനകൾ: ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഘാനക്കാരൻ ആയിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഏത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സംസ്ഥാന സർവീസ് വിൽപ്പന നികുതി, അഖിലേന്ത്യാ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. ഇത് PF എന്നോർത്ത് വയ്ക്കുക. അഖിലേന്ത്യാ സർവീസ്, PF, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. കേന്ദ്ര സർവീസ്, ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ. 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 3. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1992-ലാണ്. 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: 11-ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: 1987 മുതൽ 1991 വരെയുള്ള EK നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു K. ചന്ദ്രശേഖരൻ. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു PK അബ്ദുറബ്ബ്. പട്ടം എ താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന PP ഉമ്മർ കോയയാണ് കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി.
കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 4. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. കള്ളിക്കാട് സമരം എന്ന് വെച്ചാൽ കേരളത്തിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായി നടന്ന കുടികിടപ്പ് അവകാശ സമരങ്ങളിലൊന്നാണ് കള്ളിക്കാട് സമരം. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധ നിയമം നടപ്പാക്കി. ഐക്യകേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4. ശരിയായ പ്രസ്താവനകൾ: പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ധനകാര്യ കമ്മീഷൻ 280 വകുപ്പ്, സ്വത്തവകാശം 300A വകുപ്പ്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പ്, ഹൈക്കോടതിയുടെ റിട്ടധികാരം 226 വകുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 3. ശരിയായ പ്രസ്താവനകൾ: രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, അനൈഷ്ഠിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ വാരിയെല്ലുകൾ 24 അസ്ഥികൾ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏത്? പ്ലൂറ. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ലൈസോസോമാണ്. ലൈസോസൈമാണ് കറക്റ്റ്. ഫൈനൽ ആൻസർക്ക് വരുമ്പം ഇത് ചിലപ്പം ഡിലീറ്റ് ആകുമായിരിക്കും, നോക്കാം. രക്തം കട്ട പിടിക്കലിൻ്റെ ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ ഡി 3, 2, 1. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. പ്രോത്രോംബിൻ, ത്രോംബിൻ, ഫൈബ്രിനോജൻ, ഫൈബ്രിൻ നാരുകൾ. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB/HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. JP നദ്ദയ്ക്ക് മുമ്പുണ്ടായിരുന്ന ആളാണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഈ ഓപ്ഷൻ വെച്ചിട്ട് ഇവിടെ ഇതാണ് കറക്റ്റ്. ഇപ്പോഴത്തെ അല്ലെന്നേ ഉള്ളൂ, ഇപ്പോഴത്തേന് തൊട്ട് മുമ്പത്തെ ആളാണ് മൻസുഖ് മാണ്ഡവ്യ. ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർക്ക് വരുമ്പം ചിലപ്പം ഡിലീറ്റ് ആകുമായിരിക്കും, നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് മാസ്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു പോൾ. ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത മാലിയബിലിറ്റി. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. 2023 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? പ്രകാശം. P1V1 = P2V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? മെർക്കുറി. ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും? ഓസ്മോട്ടിക് മർദ്ദം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്.
കുടിവെള്ളത്തിൻ്റെ BOD എത്രയാണ്? 1 മുതൽ 2 വരെ ppm. ബ്ലൂ ബേബി സിൻഡ്രം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? നൈട്രേറ്റ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? മൈക്കിൾ ഫെൽപ്സ്. KC ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ബോക്സിംഗ്. ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ഒരു സങ്കീർത്തനം പോലെ. ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? തൃശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി? നർഗേസ് മൊഹമ്മദി. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? 2023. 2023 സെപ്റ്റംബർ 28-നാണ് MS സ്വാമിനാഥൻ അന്തരിച്ചത്. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വേർഡ് പ്രൊസസ്സർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ. 2 KB = dash bytes 2048. 1 KB = 1024 bytes ആണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിരിക്കും 2 KB. അപ്പോൾ 2 KB 2048 bytes. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-57. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? അമിതാഭ് കാന്ത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 24. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ B പ്രസ്താവന 1, 2 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചോ ഉള്ള പരാതി 2 വർഷത്തിനുള്ളിലാണ് നൽകേണ്ടത്. മതിയായ തെളിവുകളും കാരണവും ഉണ്ടെങ്കിൽ 2 വർഷത്തെ കാലയളവിന് ശേഷവും പരാതി സ്വീകരിക്കാവുന്നതാണ്. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ B ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടുന്നവയാണ് ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ഇക്ബാൽ സിംഗ് ലാൽപുര. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? 60 വയസ്സോ അതിനു മുകളിലോ പ്രായം ഉള്ളവർ. ഇനിയുള്ളത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മാത്സിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ലിങ്കും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്